യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിലും അമർത്തുക. ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിലും അമർത്തുക. ഈ ചാനലും നല്ല ടെക് വീഡിയോസ് നൽകുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും മലയാളം ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് എങ്ങനെ DSLR എഫക്റ്റ് കൊടുക്കാവുന്ന. DSLR എഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് നമ്മളുടെ ഫോട്ടോയിൽ നമുക്ക് വേണ്ടിയ ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. പക്ഷേ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ക്യാമറകളും ഒക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് എടുത്ത് വെച്ച ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് നമുക്ക് വേണ്ട സംഭവം ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ആഫ്റ്റർ ഫോക്കസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിനകത്ത് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്ന പ്രോ വെർഷനാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് പ്രോ വെർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സാധിക്കും. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ നമുക്ക് ഇപ്പം തന്നെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് സെലക്ട് ഫ്രം ആൽബം. നമുക്ക് ആൽബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ടേക്ക് 2 ഫോട്ടോസ്. നമുക്ക് രണ്ട് ഫോട്ടോസ് സൈമൾട്ടേനിയസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. ലോഡ് പ്രൊജക്റ്റ്. നമ്മൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്ട്സ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഞാൻ അതിലിപ്പം ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം എൻ്റെ ഗാലറി ഓപ്പൺ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എൻ്റെ ഗാലറി ഇവിടെ ഓൺ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ്, വിച്ച് മെത്തേഡ് ഡു യു പ്രിഫർ ടു സെലക്ട് ദ ഫോക്കസ് ഏരിയ എന്ന് ചോദിക്കും. അതിൻ്റെ അത് സ്മാർട്ടല്ല, മാനുവൽ കൊടുക്കുക. മാനുവലാണ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ എളുപ്പം എന്ന്. മാനുവൽ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളത് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതെൻ്റെ ഫോണിൽ ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഇവിടെ രണ്ട് ആൾക്കാരത് പോകേണ്ട ഇവിടെ ഇത് മാത്രം ഫോക്കസ് ചെയ്തെടുക്കാനാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനകത്ത് ഇവിടെ ഫോക്കസ് എന്ന് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഡ്രോ ചെയ്യുക. ഇങ്ങനെ നമ്മൾ റെഡ് സ്കെച്ചിങ്ങനെ ഡ്രോ ചെയ്യുക. നമുക്ക് ഞാൻ ഇത് വളരെ പെട്ടെന്ന് ചെയ്യുവാണ്. അപ്പോൾ അത് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, ഞാനിത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു 90% വരെ പെർഫെക്റ്റായിട്ട് ഫോട്ടോസ് എല്ലാം DSLRൻ്റെ രീതിയിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, ഞാനത് വളരെ പെട്ടെന്ന് ചെയ്യുകയാണ്. നിങ്ങളത് വളരെ സൂക്ഷിച്ച് ചെയ്യുക. സൂക്ഷിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും കൂടി ഇത് കിട്ടും. ഞാൻ വീണ്ടും പറയുകയാണിത്. ഓക്കെ, ഞാനിപ്പോൾ ഫോട്ടോ ഏകദേശം ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ ബ്രഷിൻ്റെ സൈസൊക്കെ കൂട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ സൂം ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലൊരു ഫോർവേഡ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ കോർണറിലായിട്ട് ഫോർവേഡ് ബട്ടൺ. ആ ഫോർവേഡ് ബട്ടൺ നിങ്ങൾ സിമ്പിളായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ബ്ലർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബ്ലർ കൂട്ടണമെങ്കിൽ ഇവിടുന്ന് ഇത് ബാർ സീക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ബ്ലർ ഇച്ചിരി കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും DSLRൻ്റെ രീതിയിൽ തന്നെ ഫോട്ടോ വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എഡ്ജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഫോട്ടോ കട്ട് ചെയ്ത രീതി, അത് നമുക്ക് ഫോട്ടോയുടെ പെർഫെക്ഷൻ കൂടുതൽ കിട്ടും. നമ്മൾ ആ ഫോക്കസ് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് ഫോട്ടോയുടെ അവിടെ ഒരു സ്ക്രാച്ചസോ ഒന്നും വരാതെ പെർഫെക്ഷനോടെ കൂടുതലായിട്ട് കിട്ടും. ഞാനിത് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇച്ചിരി പെർഫെക്ഷൻ ഇല്ലാതായി പോയത്. നിങ്ങളത് പെട്ടെന്ന് ചെയ്യാതെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സും ഫേഡിങ് ബിഗ് ഫിൽറ്റേഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്ത ഒബ്ജക്റ്റിന് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. നമുക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റൈൽ എടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ചെയ്ത ഈ സ്റ്റൈൽ സേവ് ചെയ്യാനായിട്ട് മുകളിൽ സേവ് ബട്ടൺ, ഞാൻ ഈ കർസർ വെക്കുന്ന സ്ഥലത്ത് സേവ് ബട്ടൺ കാണാൻ സാധിക്കും. ഇപ്പുറത്തത് പ്രോജക്റ്റായിട്ട് സേവ് ചെയ്യാനാണ്. ഇതാണ് നമ്മളെ ഗാലറിയിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വുഡ് യു ലൈക്ക് ടു സേവ് എന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ പ്രിപ്പയറിംഗ് എന്ന് കാണിക്കും. ഓക്കെ, ഇത് 100% ആകുമ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്.
ഓക്കെ, ഞാൻ എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ അവിടെ ഉണ്ടോ എന്ന്. ഞാൻ എൻ്റെ ഗാലറി എവിടെയാണ്? എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ആഫ്റ്റർ ഫോക്കസ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നേരത്തെ ഞാൻ 2-3 ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഞാനിതിൽ സ്പീഡ് ചെയ്തുകൊണ്ടാണ് ഇച്ചിരി പെർഫെക്ഷൻ കുറഞ്ഞു പോയത്. നിങ്ങളത് ചെയ്യുക, എന്നിട്ട് പോലും നല്ല രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.